മാസം 29, 30, 31 ഈ ഗ്രൗണ്ടിൽ നടക്കാനിരിക്കുകയാണ്. സമ്മേളനത്തിൻ്റെ നഗരിയിൽ ഉയർത്താനുള്ള പതാക സെൻട്രൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന സഖാവിൻ്റെ ജാഥാ ലീഡർ ഇവിടെ നിന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് കെ പുഷ്പത്തെ ഏറ്റുവാങ്ങും. ഈ പതാക ഏറ്റുവാങ്ങാൻ സഖാവ് കെ പുഷ്പയെ ക്ഷണിക്കുക. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. 24 പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്, 24 പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്. ജില്ലാ സമ്മേളനം സിന്ദാബാദ്, ജില്ലാ സമ്മേളനം സിന്ദാബാദ്. രക്തപതാക സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്. രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്. സിപിഐഎം സിന്ദാബാദ്, സിപിഐഎം സിന്ദാബാദ്. പതാക ഉയർത്താനുള്ള കൊടിമരം വാണിമേനിലെ ധീര രക്തസാക്ഷി സഖാവ് കെ പി കുഞ്ഞിരാമന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് കെ കെ വിജയ, കെ കെ ദിനേശന് കൽപ്പിച്ച എത്തിയിരിക്കുകയാണ്. കുടിമരം ഏറ്റുവാങ്ങാൻ വേണ്ടി പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്, ജില്ലാ സമ്മേളനം സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്, ഇൻക്ലാബ് 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 സിന്ദാബാദ്, ഇൻക്ലാബ് 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 സിന്ദാബാദ്. കയറ് പിടിക്കാം. മാറി നിൽക്കുന്നത് നന്നാവും. കിഴക്ക് ഭാഗത്തോട്ട് മാറി നിന്നാണ്. മുന്നോട്ട് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. രക്തപതാക, രക്തപതാക, വാനുയർന്നു പറക്കും പതാക, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. 24 പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്, 24 പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്. ജില്ലാ സമ്മേളനം സിന്ദാബാദ്, ജില്ലാ സമ്മേളനം സിന്ദാബാദ്. രക്തസാക്ഷികൾ സിന്ദാബാദ്. Come on.
മാസം കൊണ്ട് പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങളെല്ലാം പൂർത്തീകരിക്കുകയാണ്. കോഴിക്കോട് ജില്ലാ സമ്മേളനം ഈ മാസം 29, 30, 31 തീയതികളിൽ ഈ ഗ്രൗണ്ടിൽ വെച്ചാണ് നടക്കുന്നത്. പ്രതിനിധി സമ്മേളനവും പൊതുസമ്മേളനവും രണ്ടും ഈ ഗ്രൗണ്ടിൽ നടക്കാനിരിക്കുകയാണ്. സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ നാമനിർദ്ദേശത്തിലുള്ള ഹാളിലാണ്, പ്രത്യേകം തയ്യാറാക്കുന്ന ഹാളിൽ വെച്ചാണ് പ്രതിനിധി സമ്മേളനം 3 ദിവസങ്ങളിലായിട്ട് ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞാൽ അതിന് സമാപനം കുറിച്ചുകൊണ്ട് 30-ാം തീയതി സഖാവ് സീതാറാം യെച്ചൂരിയുടെ നാമധേയത്തിലുള്ള ഗ്രൗണ്ടിൽ 31-ാം തീയതി സഖാവ് സീതാറാം യെച്ചൂരിയുടെ നാമധേയത്തിലുള്ള ഈ ഗ്രൗണ്ടിൽ റെഡ് വളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും നടക്കുകയാണ്. അതിന് മുന്നോടിയായാണ് പതാക കൊടിമര ജാഥകൾ പാർട്ടി ജില്ലാ സെക്രട്ടറി അംഗങ്ങളായ സഖാവ് മെഹബൂബിന്റെയും KK ദിനേശിന്റെയും നേതൃത്വത്തിൽ ഇവിടെ എത്തി സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ ശ്രീമതി KP ബിന്ദു പതാക ഉയർത്തിയിട്ടുള്ളത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും ജില്ലാ സംസ്ഥാന നേതാക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കാൻ വേണ്ടി പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും മുൻജിയം ഏരിയ സെക്രട്ടറിയുമായ സഖാവ് TP ബിനീഷിനോട് അഭ്യർത്ഥിക്കുന്നു. 24-ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി നടക്കുന്ന കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളന നഗരിയായിട്ടുള്ള സഖാവ് സീതാറാം യെച്ചൂരി നഗരിയിൽ പതാക ഉയർത്തൽ ചടങ്ങിനാണ് നമ്മളെല്ലാവരും ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്. പതാക കൊണ്ടുവന്നിട്ടുള്ളത് കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന സഖാവ് PV സത്യനാഥന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നുമാണ്. സഖാവ് M മെഹബൂബിന്റെ നേതൃത്വത്തിലാണ് പതാക എത്തിയിട്ടുള്ളത്. കൊടിമരം വാണിമേലിലെ ധീരരക്തസാക്ഷി സഖാവ് KP കുഞ്ഞിരാമന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും സഖാവ് KK ദിനേശന്റെ നേതൃത്വത്തിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ പൊതുസമ്മേളന നഗരിയിൽ സ്വാഗത സംഘത്തിന്റെ ചെയർപേഴ്സൺ സഖാവ് KP ബിന്ദു പതാക ഉയർത്തിയിരിക്കുകയാണ്. ഈ ചടങ്ങിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് P മോഹൻ മാസ്റ്റർ സംസാരിക്കും. അതിനുവേണ്ടി സഖാവിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നിങ്ങളെല്ലാം ഇതിനകം മനസ്സിലാക്കിയിട്ടുള്ളതാണ്, നമ്മുടെ പാർട്ടിയുടെ 24-ാം കോൺഗ്രസ് അടുത്ത ഏപ്രിൽ മാസം ആദ്യം തമിഴ്നാട്ടിലെ മധുരയിൽ നടക്കാനിരിക്കുകയാണ്. പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായി എല്ലാ നിലവാരത്തിലുമുള്ള തലങ്ങളിലുമുള്ള പാർട്ടി ഘടകങ്ങളുടെ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് പാർട്ടി കോൺഗ്രസിലേക്ക് നാം എത്തിച്ചേരുന്നത്. കോഴിക്കോട് ജില്ലയിൽ 4501 പാർട്ടി ബ്രാഞ്ചുകളാണുള്ളത്. പാർട്ടിയുടെ ഏറ്റവും അടിത്തട്ടിലുള്ള അടിസ്ഥാന ഘടകമാണ് പാർട്ടി ബ്രാഞ്ച്. 4501 പാർട്ടി ബ്രാഞ്ചുകളിലായി 55,624 പാർട്ടി അംഗങ്ങളാണ് കോഴിക്കോട് ജില്ലയിൽ ഇന്ന് CPM-ന്റെ ഭാഗമായുള്ളത്. 4501 പാർട്ടി ബ്രാഞ്ചിന്റെ സമ്മേളനങ്ങളും പാർട്ടിയുടെ സംഘടനാ രീതിക്കും മാർഗനിർദ്ദേശങ്ങൾക്കുമെല്ലാം അനുസരിച്ച് വളരെ കൃത്യതയോടെ പൂർത്തീകരിച്ചുകൊണ്ട് ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി
സഖാക്കൾ പങ്കെടുത്തുകൊണ്ട് ജില്ലയിലെ 282 ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആ ലോക്കൽ സമ്മേളനങ്ങളിൽ നിന്നെല്ലാം പാർട്ടി അംഗങ്ങളുടെ എണ്ണത്തിൻ്റെ അനുപാതത്തിൽ പ്രാതിനിധ്യ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ട് 16 ഏരിയ സമ്മേളനങ്ങളും പൂർത്തീകരിച്ച് അഭിമാനത്തോടെയാണ് കോഴിക്കോട് ജില്ലയിലെ പാർട്ടി ഈ വടകര ചരിത്രപ്രധാനമായ നാരായണ നഗരത്തിൽ കോടിയേരിയുടെ പേരിൽ സജ്ജമാക്കിയ നഗറിലേക്ക് സമ്മേളനത്തിനായി എത്തിച്ചേരുന്നത്. ഇവിടെ 2022 ജനുവരി ആദ്യമാണ് അന്ന് വ്യാപകമായി പടർന്നിരുന്ന കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലം കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് നഗരത്തിൽ വെച്ചാണ് കഴിഞ്ഞ പാർട്ടി സമ്മേളനം 3 വർഷം മുമ്പ് ജില്ലാ സമ്മേളനം നടന്നത്. 3 വർഷത്തിനിടയിൽ ജില്ലയിലെ പാർട്ടിക്ക് സംഘടനാപരമായും ബഹുജന പിന്തുണയുടെ കാര്യത്തിലുമെല്ലാം വലിയ വളർച്ചയും മുന്നേറ്റവും കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 4000-ലധികം പാർട്ടി അംഗങ്ങൾ ഈ കാലയളവിൽ പാർട്ടിക്ക് വർധനവുണ്ടായി ജില്ലയിൽ. മാത്രമല്ല പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട സഖാക്കളും നേതാക്കന്മാരുമെല്ലാം പങ്കാളികളായി ഭാഗവാക്കുകളായി പ്രവർത്തിക്കുന്ന വർഗ ബഹുജന പ്രസ്ഥാനങ്ങളുടെ എല്ലാം അംഗബലം 10,000-കണക്കിന് വർദ്ധിച്ചു. പാർട്ടിയുടെ ബഹുജന പിന്തുണ ഗണ്യമായ നിലയിൽ വർദ്ധിപ്പിക്കുന്നതിന് ഈ കാലയളവിൽ ജില്ലയിലെ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ സംഘടനാ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനും പാർട്ടിയുടെ സംഘടനാ സംവിധാനമാകെ ചടുലവും കുറ്റമറ്റതുമാക്കുന്നതിന് ഒറ്റ മനസ്സാലെ പാർട്ടിക്ക് ഇടപെടാനും പ്രവർത്തിക്കാനും അതിലൂടെ വലിയ മുന്നേറ്റം ഈ കോഴിക്കോട് ജില്ലയിൽ കൈവരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ദേശീയ തലത്തിലും സർവ്വദേശീയ തലത്തിലും സംസ്ഥാന നിലവാരത്തിലുമെല്ലാം പല സന്ദർഭങ്ങളിലും പല വിഷയങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. അത്തരം ഓരോ വിഷയങ്ങളിലും സന്ദർഭോചിതമായ നിലയിൽ മെയ്വഴക്കത്തോടെ CPIM-ന്റെ പ്രഖ്യാപിതമായ രാഷ്ട്രീയ നിലപാടുകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിടപെടാനും അതിലെല്ലാം ബഹുജനങ്ങളെ 10,000-കണക്കായ ബഹുജനങ്ങളെ അണിനിരത്താനും ഈ പാർട്ടിക്ക് ജില്ലയിൽ സാധിച്ചിട്ടുണ്ട്. ഓരോ സന്ദർഭത്തിലും പാർട്ടിക്ക് നേരെ പാർട്ടിയുടെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ ശത്രുക്കൾ രംഗത്ത് വന്ന് നടത്തിയ ഹീനവും കുടിലവുമായ സകല നീക്കങ്ങളെയും മുഖാമുഖം നേരിട്ടുകൊണ്ട് അതിനെല്ലാം ചെറുത്ത് അത്തരത്തിലുള്ള കടന്നാക്രമണങ്ങളെയും തെറ്റായ പ്രചാരവിലകളെയും ജനങ്ങളെ അണിനിരത്തി ചെറുക്കാനും വലിയ അളവിൽ പരാജയപ്പെടുത്താനും ജില്ലയിലെ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന അഭിമാനത്തോടെ ഈ സന്ദർഭത്തിൽ ഓരോ പാർട്ടി പ്രവർത്തകരും ഓർമ്മിക്കാനാകും. ഇവിടെ ഈ നേട്ടങ്ങളെല്ലാം കൈവരിക്കുന്ന സന്ദർഭത്തിലും പാർട്ടിയുടെ മുമ്പിലുള്ള ചുമതല വലുതാണ് എന്ന് പാർട്ടി തിരിച്ചറിയുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ എല്ലാവരും അപ്പുറത്ത് ചേർന്നാൽ
ജനസംഖ്യയിൽ പകുതിയിലേറെ ജനസാമാന്യത്തിന്റെ പിൻബലമുള്ള അംഗീകാരവും പിന്തുണയും ആർജിച്ച പാർട്ടിയായി CPIM-ന് മാറാൻ കഴിഞ്ഞിട്ടില്ല എന്ന പരമമായ യാഥാർത്ഥ്യം പരസ്യമായിട്ട് തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ അടുത്തോളം CPIM-ന് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വ്യത്യസ്തങ്ങളായ പ്രസ്ഥാനങ്ങളും വിവിധങ്ങളായ ആശയഗതികളും പ്രതിലോമ ശക്തികളുമെല്ലാം ജനവിഭാഗങ്ങൾ പുതുതായി കൂടുതലായി CPM-ന്റെ ഭാഗത്തേക്ക് പുരോഗമന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അണിനിരക്കുന്നതിനെ തടയാൻ, CPIM-ന്റെ വളർച്ച തടസ്സപ്പെടുത്താൻ എല്ലാ കാലത്തും പരിശ്രമിച്ചിട്ടുണ്ട്. ആ പരിശ്രമം ഇപ്പോഴും തുടരുന്നുണ്ട്. ഞങ്ങൾക്കത് നല്ല ജാഗ്രതയോടെ തന്നെയാണ് ഞങ്ങളതിനെ നോക്കിക്കാണുന്നത്. മാത്രമല്ല, ഇന്നുയർന്നു വന്നിട്ടുള്ള മറ്റൊരു സവിശേഷത, എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരോധികളും ഒന്നായി ചേരുന്നു. എല്ലാവരും ഒന്നിച്ച് ഒരു മഹാസഖ്യമുണ്ടാക്കിയിട്ട് CPIM-നെ വേട്ടയാടാനും ഏത് വിധേനയും CPIM-നെ ദുർബലപ്പെടുത്താനും പരിശ്രമിക്കുന്നു. CPIM-ന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനെ എങ്ങനെയും തകർത്ത് കേരളത്തിലെ ഇന്ന് കാണുന്ന നേട്ടങ്ങളെയെല്ലാം ഇല്ലായ്മ ചെയ്യാനുള്ള പരിശ്രമങ്ങൾ ശത്രുവർഗം കൊണ്ടുപിടിച്ച് നടത്തി വരികയാണ്. എല്ലാവരും അതിന്റെ ഭാഗമായി അണിനിരക്കുന്നു. സംഘപരിവാർ, കേന്ദ്രം ഭരിക്കുന്ന സംഘപരിവാർ അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. കോൺഗ്രസ് അതിനകത്തുണ്ട്. അധികാരം നഷ്ടപ്പെട്ട് 8.5 കൊല്ലമായി പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുന്ന വെപ്രാളത്തിൽ തുടർന്ന് മൂന്നാമത്തെ തവണയും ഇടതുപക്ഷം കേരളത്തിൽ വന്നാൽ തങ്ങൾ ഈ കേരളത്തിൽ എടുക്കാനും തൊടാനും അവശേഷിക്കില്ലല്ലോ എന്ന വേവലാതിയിലും ആശങ്കയിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് ലക്ഷണമൊത്ത തീവ്രവാദികളായ SDPI-ക്കാരെയും കൂടെ ചേർത്ത് മുസ്ലിം ജനസാമാന്യത്തെ പലവിധത്തിലും തെറ്റിദ്ധരിപ്പിച്ച് ഏകീകരിപ്പിച്ച് ഇടതുപക്ഷത്തിനും CPM-നുമെതിരായി കോൺഗ്രസിന്റെയും സംഘപരിവാറിന്റെയും തൊഴുത്തിൽ തളച്ചിടാനുള്ള പരിശ്രമങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതൃത്വം നടത്തിവരികയാണ്. എല്ലാവരും ജമാഅത്തെ ഇസ്ലാമിയും SDPI-യും സകലമാന കമ്മ്യൂണിസ്റ്റ് വിരോധികളും നാടിന്റെ ശത്രുക്കളും കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായി, ഇടതുപക്ഷത്തിനെതിരായി, കേരള ഗവൺമെന്റിനെതിരായി ഈ മഹാസഖ്യത്തിലാണ് നിരക്കുന്നു. ദേശാഭിമാനിയും ജനയുഗവും ഒഴികെയുള്ള എല്ലാ അച്ചടി മാധ്യമങ്ങളും അതിന്റെ ഭാഗമാണ്. ഞങ്ങൾക്ക് തിരിച്ചറിയാനാവുന്നുണ്ട്. കൈരളി ഒഴികെയുള്ള ദൃശ്യമാധ്യമങ്ങളെല്ലാം അതിന്റെ ഭാഗമാണ്. ആരെല്ലാം ഏതെല്ലാം വിധത്തിൽ പരിശ്രമിച്ചാലും അതിനെയെല്ലാം ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യും. അതിനെയെല്ലാം ഞങ്ങൾ അതിജീവിക്കും. ഞങ്ങളുടെ കയ്യിൽ ദേശാഭിമാനിയും ജനയുഗവും മാത്രമേ ഉള്ളൂ പത്രങ്ങൾ എന്ന നിലയിൽ. ചാനലുകൾ 100,000 ഞങ്ങൾക്കെതിരാണ്, ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഞങ്ങളുടെ കയ്യിൽ കൈരളി മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ യാഥാർത്ഥ്യമെല്ലാം തിരിച്ചറിയുന്ന 1000 നാവുള്ള പ്രചാരകരായി ഈ നാട്ടിലെ യാഥാർത്ഥ്യബോധമുള്ള ജനങ്ങളെ ഞങ്ങൾ സജ്ജമാക്കും. ആ ജനങ്ങളുടെ കരുത്തുപയോഗിച്ച് ഇതിനെയെല്ലാം ഞങ്ങൾ നേരിടും. എല്ലാറ്റിനെയും ഞങ്ങൾ അതിജീവിക്കും. ആ ആത്മവിശ്വാസമാണ് 4501 ബ്രാഞ്ച് സമ്മേളനങ്ങളിലൂടെ, 252 ലോക്കൽ സമ്മേളനങ്ങളിലൂടെ, അതുപോലെ 16 ഏരിയ സമ്മേളനങ്ങളിലൂടെ, ഇതുപോലെ മറ്റു ജില്ലകളിലെല്ലാം ആയിരക്കണക്കായ പാർട്ടി ഘടകങ്ങളുടെ സമ്മേളനങ്ങളിലൂടെ ഈ മഹാപ്രസ്ഥാനം ആർജിച്ചിട്ടുള്ളത് എന്ന് അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇവിടെ ഈ സമ്മേളനം നടക്കുന്നത്, ഈ പതാക ഉയർത്തൽ ചടങ്ങിന് സാക്ഷ്യമാകുന്നത് മഹത്തായ പോരാട്ട പാരമ്പര്യമുള്ള നാരായണ നഗരിലാണ് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. ഞാനതിന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ഒന്നും പോകുന്നില്ല. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ എന്തിനാണ് ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്? അതിന് നമുക്ക് വകവെച്ചു കൊടുക്കാൻ പറ്റുമോ? ഏതെങ്കിലും വിധത്തിൽ ഇവരുടെ ഈ ശത്രുക്കളുടെ നീക്കം വിജയം കണ്ടാൽ ഈ നാടിന്റെ അവസ്ഥ എന്താകും? കമ്മ്യൂണിസ്റ്റുകാരില്ലാത്തൊരു നാടിനെ കുറിച്ച് ചിന്തിക്കാനാകുമോ? ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ CPIM-നെ വേട്ടയാടാൻ എല്ലാവരും ഇറങ്ങി പുറപ്പെട്ട കാലത്ത് കുറെ ആളുകളെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരെ കൂടെ നിർത്തിയിട്ട്
CPM-നെതിരായിട്ട് ഒരു കൂട്ടായ്മ സൃഷ്ടിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട കൂട്ടർ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അന്തരിച്ചു പോയ മഹാനായ വിശ്വസാഹിത്യകാരൻ MT-യെ ചെന്ന് കാണുകയുണ്ടായി. അതിനകത്ത് ഒപ്പുവെക്കാൻ MT-യോട് പറഞ്ഞപ്പോൾ ഞാനതിന് സന്നദ്ധനാവില്ല, CPM ഇല്ലാത്തൊരു കേരളത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനാവില്ല എന്ന് പരസ്യമായി തുറന്നടിച്ച് അഭിപ്രായം പ്രകടനം നടത്തിയ MT-യുടെ വാക്കുകൾ ഈ നാടിന്റെ മുമ്പിൽ ഉയർന്നു നിൽപ്പുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM ഇല്ലാത്ത, ചെങ്കൊടി പ്രസ്ഥാനമില്ലാത്ത ഒരു നാടിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്ക്. CPM ദുർബലപ്പെട്ടു പോയാൽ വടകരയിൽ ജനങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകുമോ? CPIM ഇല്ലാതായാൽ ഈ നാടിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇവിടെ സാമൂഹ്യദ്രോഹികളും വർഗീയവാദികളും ഇളകിയാടില്ലേ? ഉറഞ്ഞുതുള്ളി ഈ നാടിന്റെ സ്വൈര്യം കെടുത്തില്ലേ? മാനാഭിമാനത്തോടെ ഈ നാട്ടിലെ അമ്മപെങ്ങന്മാർക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമോ? പിടിച്ചുപറിക്കാരും എല്ലാ സാമൂഹ്യദ്രോഹികളും ഈ നാടിനെ കുട്ടിച്ചോറാക്കില്ലേ? ഇത് ഈ നാട് ചിന്തിക്കട്ടെ. ഞാനതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. എല്ലാറ്റിനെയും നമുക്ക് നേരിട്ട് എതിർത്ത് തോൽപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. ഇവിടെ ജനങ്ങൾ നമ്മളോടൊപ്പമാണ്. സാധാരണഗതിയിൽ ഒരു പതാക ഉയർത്തുമ്പോൾ ഇത്തരം ആൾക്കൂട്ടം വന്നു ചേരേണ്ടതുണ്ടോ? ഇനി 31-ാം തീയതിയാകുമ്പോൾ ഞങ്ങൾ നേരത്തെ അഭിപ്രായം പറഞ്ഞു, നാരായണ നഗരം വിശാലമായ ഒരു ഗ്രൗണ്ടാണ്. പക്ഷേ നാരായണ നഗരനോ വടകരക്കോ ഉൾക്കൊള്ളാനാവാത്ത വിധത്തിൽ നാടിന്റെ നാനാഭാഗത്തുനിന്നുമായി ആളുകൾ, നൂറുകണക്കിന് ആയിരക്കണക്കായ ജനത, 10,000 ഒടുങ്ങിയെത്തും. എങ്ങനെ ഇതെല്ലാം ഉൾക്കൊള്ളും എന്നുള്ളത് ഒരു പ്രയാസകരമായ കാര്യമാണ്. ഞങ്ങൾ എല്ലായിടത്തും ആളെ നിശ്ചയിച്ചിട്ട് ഇത്ര വരണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പറയാതിരുന്നത് ഉൾക്കൊള്ളാനുള്ള ശേഷി വടകരക്കുണ്ടാവില്ല എന്ന തിരിച്ചറിവ് കൊണ്ടാണ്. ഇവിടെ 4,501 ബ്രാഞ്ച് സമ്മേളനങ്ങൾ ജില്ലയിൽ പൂർത്തീകരിച്ചപ്പോ, ഇതുപോലെ കേരളത്തിലെമ്പാടും പാർട്ടി സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചപ്പോ എല്ലാ സമ്മേളനങ്ങളിലും നാം കണ്ടതെന്താണ്? 10,000-കണക്കായ ജനതയാണ് ആർത്തലച്ചു വന്നത്. അവരെ ആരും പ്രത്യേകം ക്ഷണിച്ചിട്ടും നിർബന്ധിച്ചിട്ടും ഒന്നും വന്നതല്ല. പ്രായമായവർ വടിയും കുത്തിപ്പിടിച്ച് വന്യവയോധികരടക്കം വന്നിട്ട് മുന്നിലിരുന്നിട്ട് പരിപാടി കഴിയുന്നത് വരെ അതിന്റെ ഭാഗമായി തീരുന്നു. എല്ലാ പരിപാടികളിലും കണ്ട പ്രത്യേകത എന്താണ്? ഇപ്പൊ എല്ലായിടത്തും കാണുന്ന ഒരു സവിശേഷത എന്താണ്? 10,000-കണക്കായ സ്ത്രീകളാണ് ഒരു കാലത്തും ഇല്ലാത്ത വിധത്തിൽ CPIM-ന്റെ പരിപാടികളിൽ, സമ്മേളനങ്ങളിൽ, മറ്റു പരിപാടികളിലെല്ലാം വരുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടു, കോഴിക്കോട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ജില്ലാസ്ഥാനത്തിന്റെ ഉദ്ഘാടനം രാവിലെയാണ്. ഞാനൊക്കെ കരുതിയത് ഒരു 4,000 സ്ത്രീകളൊക്കെ വന്നു ചേരും എന്നാണ്. കോഴിക്കോട് നഗരത്തിന് ഉൾക്കൊള്ളാനാവാത്ത വിധത്തിൽ 10,000-കണക്കായ സ്ത്രീകൾ നാടിന്റെ നാനാഭാഗത്തുനിന്നുമായി ഒഴുകി വന്നത് കണ്ടിട്ട് നാട് ത്രസിച്ചു നിൽക്കേണ്ടി വന്നില്ലേ? എന്തുകൊണ്ടാണ് സ്ത്രീകൾ, പ്രായമായവർ, കുഞ്ഞുങ്ങൾ, ചെറുപ്പക്കാർ എല്ലാവരും ആർത്തലച്ചു വരുന്നത്? അവരൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു. ശത്രുക്കളെല്ലാം കൂടി ഈ ചെങ്കൊടി പ്രസ്ഥാനത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. എന്നാൽ ഒരു കൈ നോക്കാം, ഇതങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. ആ നിശ്ചയദാർഢ്യത്തോടുകൂടിയാണ്, ഉറച്ച നിലപാടുമായിട്ടാണ് എന്തിനേയും നേരിടാനും അത്തരം നീക്കങ്ങളെയെല്ലാം ചെറുക്കാനും തോൽപ്പിക്കാനുമുള്ള ഉൾക്കരുത്തുമായിട്ടാണ്, മനോധൈര്യവുമായിട്ടാണ്, ഉറച്ച നിലപാടുമായിട്ടാണ് ജനങ്ങളെല്ലാം ഒഴുകി വരുന്നത്. എന്താണ് ഇതിന് കാരണം? വേറെ ഒന്നുമില്ല. അവർ സ്വന്തം ജീവിതാനുഭവത്തിൽ ഒരു പരമമായ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, CPM ആണ് ഈ നാടിന്റെ രക്ഷ. ഇന്ന് ഞങ്ങളുടെ ജീവിതം ഈ നിലയിലേക്ക് മെച്ചപ്പെടുത്താൻ വഴിയൊരുക്കിയത്, അതിന് പാടുപെട്ടവർ, അതിനുവേണ്ടി പോരാടിയവർ, അതിനുവേണ്ടി ത്യാഗം സഹിച്ചവർ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന യാഥാർത്ഥ്യം അവരുടെ മനസ്സിൽ കുടിയിരിപ്പുണ്ട്. ഇതെല്ലാവരും മനസ്സിലാക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആക്രമിക്കാൻ വരുന്നവർ എല്ലാവരും മനസ്സിലാക്കണം. അവരുടെ മനസ്സിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനം. ഈ നാട്ടിലെ 10,000-കണക്കായ പാവപ്പെട്ട തൊഴിലാളി, കർഷക തൊഴിലാളി, ദരിദ്രരായ കൃഷിക്കാർ, ഇടത്തരക്കാർ, നാനാവിഭാഗങ്ങളിൽപ്പെട്ട 10,000-കണക്കായ ലക്ഷോപലക്ഷം വരുന്ന സാധാരണ മനുഷ്യരുണ്ട്. അവരുടേതാണ് ഈ പാർട്ടി എന്നുള്ളത് ഞങ്ങൾ അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കുന്നു. ഈ പാർട്ടിക്ക് ഒരു അപകടം വന്നാൽ, ഈ പാർട്ടിക്ക് നേരെ വെല്ലുവിളി ഉയരുമ്പോ അവരെല്ലാം ആർത്തലച്ച് വന്നിട്ട് നിർത്തടാതമ്മാടിത്തമെന്ന് ആർജവത്തോടെ വില ചൂണ്ടി പറയും ഞങ്ങൾ പാർട്ടി പ്രവർത്തകന്മാർ, ഞങ്ങൾ അതിന്റെ കൂടെ മുൻപന്തിയിലുണ്ടാകും. ഞങ്ങൾക്ക് തിരിച്ചറിവുണ്ട്. ജനങ്ങൾ ആർത്തലച്ച് വന്ന് ഈ പാർട്ടിക്ക് നേരെ വരുന്ന കടന്നാക്രമണങ്ങളെ ചെറുക്കാനും
പാർട്ടിയെ സംരക്ഷിക്കാനും അതുവഴി നാടിന് രക്ഷാകവചമൊരുക്കാനും പ്രയാസപ്പെട്ട് പാടുപെട്ട് ആർത്തലച്ച് മുന്നോട്ട് വരുമ്പോ അതിന്റെ കൂടെ ഞങ്ങൾ നിന്നില്ലെങ്കിൽ ഞങ്ങളെ തട്ടിമാറ്റി ജനങ്ങൾ മുന്നോട്ട് പോകും. ആ തിരിച്ചറിവ് പാർട്ടി പ്രവർത്തകരായ ഞങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് പാർട്ടിയെ ആക്രമിക്കാനും പാർട്ടിയെ ദുർബലപ്പെടുത്താനും പാർട്ടിയെ തകർക്കാനും വരുന്നവർ ആരായാലും ശരി, അവർ ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് പിന്തിരിയുന്നതാണ് അവർക്ക് നല്ലത് എന്ന മുന്നറിയിപ്പാണ് സമ്മേളനങ്ങളിലൂടെ അതിൽ പങ്കാളികളാകുന്ന പതിനായിരക്കണക്കായ ജനസാമാന്യത്തിന്റെ ആ ഉജ്ജ്വലമായ ആ കുതിച്ചുവരവിലൂടെ ഈ നാടിന് നൽകുന്ന മുന്നറിയിപ്പ് എന്നുള്ളത് തിരിച്ചറിയാൻ എല്ലാവർക്കും കഴിയണം. ഇവിടെ ഇങ്ങനെയെല്ലാം ജനങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ വിശ്വാസമർപ്പിക്കുന്നതിന്റെ അടിസ്ഥാനം മറ്റൊന്നുമല്ല. ജനങ്ങൾക്കറിയാം ഈ നാടിന് ഇന്നത്തെ നിലയിലെത്തിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. 1937 4 പേർ മാത്രം ചേർന്നിട്ട് കൃഷ്ണപ്പിള്ളയും EMS-ഉം NC ശേഖറും K ദാമോദരനും 4 പേർ പരമരഹസ്യമായി വേഷം മാറി ഒളിവിലിരുന്നിട്ട് 1937 കോഴിക്കോട്ട് പരമരഹസ്യമായിട്ട് ഒത്തുകൂടിയിട്ട് അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സെല്ലിന് രൂപം കൊടുക്കുന്നു. 87 കൊല്ലം പിന്നിട്ടിരിക്കുന്നു. ഈ 87 സംവത്സരങ്ങൾക്കിടയിൽ ഒരു തിന്മയോടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പൊരുത്തപ്പെട്ടിട്ടില്ല. ഒന്നിന്റെ മുമ്പിലും കീഴടങ്ങിയിട്ടില്ല. ഏത് ജാതിയിലോ മതത്തിലോ പാർട്ടിയിലോ വിഭാഗത്തിലോ പെട്ടവരാണെന്ന് നോക്കാതെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ന്യായമായ അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് നീതിയുക്തമായ പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലും പോരാട്ടവുമാണ് ചരിത്രത്തിൽ ഇന്നോളം പാർട്ടി നടത്തിയത്. ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ആരോടും ഒരു തെറ്റ് ചെയ്തിട്ടില്ല. സൂചിമുനയോളം തെറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രത്തിൽ ഇന്നോളം അറിഞ്ഞുകൊണ്ട് ആരോടും ചെയ്തിട്ടില്ല. ഈ പാർട്ടിയെ എന്തിനാണ് എതിർക്കുന്നത്? എന്തിനാണ് തകർക്കാൻ നോക്കുന്നത്? ഇതിന് ഉത്തരം കിട്ടണം എന്ന് കമ്മ്യൂണിസ്റ്റുകാർക്കാകെ വാശിയുണ്ട്. ഇത് സമ്മതിക്കില്ലെന്നുള്ള നിലപാട് കമ്മ്യൂണിസ്റ്റുകാർക്കാകെയുണ്ട്. അതുകൊണ്ടാണ് ആർത്തലച്ചു വരുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. അവരൊരു യാഥാർത്ഥ്യം ഒന്നുകൂടി തിരിച്ചറിയുന്നുണ്ട്. 1957 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വന്നത്. മഹാരാജ് EMS മുഖ്യമന്ത്രിയായി 2 കൊല്ലം മാത്രമേ ആ സർക്കാരിന് കേരളം ഭരിക്കാൻ അവസരം കിട്ടിയുള്ളൂ. 59 തകർക്കപ്പെട്ടു. രണ്ടാമത് വന്നത് 67 ആ ഗവൺമെന്റിനെയും 69 തകർത്തു പിന്തിരിപ്പന്മാർ. പിന്നീട് വന്നത് 80 നായനാർ മുഖ്യമന്ത്രിയായി. ആ സർക്കാരും 2 കൊല്ലമേ ഭരിക്കാൻ അവസരമുണ്ടായുള്ളൂ ഗവൺമെന്റിന്. പിന്നീട് വന്നത് 87 87 വന്ന നായനാർ ഗവൺമെന്റിന് 4 കൊല്ലം ഭരിക്കാൻ അവസരം കിട്ടി. 91 തെരഞ്ഞെടുപ്പിൽ ആ ഗവൺമെന്റ് താഴെപ്പോയി, പരാജയപ്പെട്ടു. പിന്നീട് നാം വന്നത് 1996 1956 നവംബർ 1 പഴയ മലബാറും അതുപോലെ കൊച്ചിയും തിരുവിതാംകൂറും ഒന്നായി ചേർന്നിട്ട് മലയാള ഭാഷ സംസാരിക്കുന്നവർക്ക് കേരളം എന്ന സംസ്ഥാനം രൂപീകൃതമായത്. ഐക്യ കേരളം നിലവിൽ വന്നത് 56 നവംബർ 1. അതിനുശേഷം 1996 വരെയുള്ള നീണ്ട 4 പതിറ്റാണ്ട് കാലത്തെ ചരിത്രം നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. ആ നീണ്ട 4 പതിറ്റാണ്ട് കാലം 40 കൊല്ലത്തിനിടയിൽ ചെങ്കൊടിയുടെ പാർട്ടിക്ക് കേരളം ഭരിക്കാൻ അവസരം കിട്ടിയത് 10 വർഷം മാത്രമാണ്. ഒരു പതിറ്റാണ്ട് മാത്രമാണ്. 3 പതിറ്റാണ്ട് കാലം 30 വർഷക്കാലം ശത്രുക്കളാണ് കേരളം ഭരിച്ചത്. എന്നാൽ ചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അഭിമാനത്തോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു, ഈ നാടിനെ ഓർമ്മപ്പെടുത്തുന്നു, ആ 10 കൊല്ലക്കാലത്തിനിടയിൽ 4 ഘട്ടങ്ങളിലായി 10 കൊല്ലം ഭരിക്കാൻ അവസരം കിട്ടിയപ്പോഴാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന എല്ലാ മാറ്റങ്ങൾക്കും നല്ല മുന്നേറ്റങ്ങൾക്കും അടിത്തറവാകിയ നിയമനിർമ്മാണങ്ങളും ഭരണ നടപടികളും സ്വീകരിച്ചത് എന്ന് ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ അഭിമാനത്തോടെ അവകാശവാദം ഉന്നയിക്കുന്നു. ആർക്കെങ്കിലും ഇത് നിഷേധിക്കാൻ കഴിയുമോ? അതിനുശേഷം VS-ന്റെ നേതൃത്വത്തിൽ വന്ന ഗവൺമെന്റ്, അതുപോലെ ഇന്ന് പിണറായിയുടെ നേതൃത്വത്തിൽ തുടരുന്ന ഗവൺമെന്റ്, ഇതെല്ലാം അതിന്റെ തുടർച്ചയായിട്ടുള്ള ഭരണ നടപടികളാണ്. ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാനല്ല, കേരളം കൈവരിച്ച നേട്ടങ്ങളിൽ അഭിമാനത്തോടെ ഇവിടം കൊണ്ട് നിർത്തി സംതൃപ്തി അടയാനല്ല പാർട്ടി നിശ്ചയിച്ചത്. ഈ കേരളത്തെ ലോകത്തിലെ ഏറ്റവും സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന സമ്പന്ന രാജ്യങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ജീവിത സൗകര്യത്തെക്കാളും സൗഭാഗ്യത്തെക്കാളും
മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ കഴിയുന്ന ഒരു ജനസമൂഹമായി കേരളത്തിലെ 3.5 കോടി വരുന്ന ജനസാമാന്യത്തെ കൈപിടിച്ചാനയിക്കുക എന്ന മഹാദൗത്യമാണ്, ദേശാഭിമാനപരമായ ചുമതലയാണ് കേരളത്തിലെ CPIM സ്വയം ഉത്തരവാദിത്വമായി ഏറ്റെടുത്തിരിക്കുന്നത്. അതിന് പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്, അതിന് ജനപിന്തുണ കൂടുതൽ ആർജിക്കേണ്ടതുണ്ട്, അതിന് കേരളത്തിലെ ഗവൺമെന്റിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുരക്ഷിച്ച് ബദൽ നയങ്ങൾ നടപ്പിലാക്കുന്നതിന് കരുത്തു പകരേണ്ടതുണ്ട്. ആ മഹാദൗത്യം ഞങ്ങൾ സമ്മേളനങ്ങളിലൂടെ ഞങ്ങൾ ആവാഹിച്ചെടുക്കുകയാണ്. ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഇതൊരു നവീകരണ പ്രക്രിയ കൂടിയാണ്. പാർട്ടി എല്ലാ നിലയിലും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ, സംഘടനാപരമായി ഞങ്ങൾ നടത്തിയ ഇടപെടലുകൾ, അതിലൂടെ ഞങ്ങൾക്ക് കൈവരിക്കാൻ കഴിഞ്ഞ നേട്ടങ്ങൾ, ആ സന്ദർഭങ്ങളിലെല്ലാം ഞങ്ങൾക്ക് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന ആത്മപരിശോധന, ഇതെല്ലാം ഞങ്ങൾ ഈ സമ്മേളനങ്ങളിൽ ഉടനീളം പരിശോധനയ്ക്ക് വിധേയമാക്കും. അങ്ങനെ എല്ലാ നിലയിലും കടഞ്ഞെടുത്ത് കുറ്റമറ്റ നിലയിൽ പാർട്ടിയെ നവീകരിച്ചെടുക്കാനുള്ള അതിമഹത്തായ ഒരു വലിയ ജനാധിപത്യ പ്രക്രിയ, ഒരു നവീകരണ പ്രക്രിയയാണ് ഈ സമ്മേളനത്തിലൂടെ പാർട്ടി ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾ കൂടുതലായി പ്രസ്ഥാനത്തെ ആവേശത്തോടെ അഭിമാനത്തോടെ സ്വീകരിക്കാൻ സന്നദ്ധമാകുന്നു. ഒരു കാര്യം കൂടി പറയാം, ഒരു വർഗീയവാദിയുടെ മുമ്പിലും ഞങ്ങൾ മുട്ടുമടക്കാൻ പോകുന്നില്ല. അത് RSS ആയാലും ശരി, സംഘപരിവാര ആയാലും ശരി, അല്ലെങ്കിൽ SDP ആയാലും ശരി, മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയായാലും ശരി, ആരുടെ മുമ്പിലും ഞങ്ങൾ തലകുനിക്കാൻ പോകുന്നില്ല. ചെറുതും വലുതുമായ എല്ലാ വർഗീയ ഭീകരവാദ പ്രസ്ഥാനങ്ങളെയും മുഖാമുഖം നേരിട്ട് ഈ നാടിന്റെ മതനിരപേക്ഷത സംരക്ഷിച്ചു നിർത്തുന്നതിന് എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാൽ അതിനെല്ലാം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തയ്യാർ. ഞങ്ങൾ എവിടെയും പിന്നോട്ട് പോവില്ല. ഈ നാടിന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വിശ്വസിക്കാം, ജനങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വിശ്വസിക്കാം. അതാണ് അനുഭവ പാഠം. അതുകൊണ്ട് കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കി കൂടുതൽ കരുത്തോടെ ഊർജ്ജസ്വലമായി ചടുലമായ നിലയിൽ ഈ നാടിന് രക്ഷാകവചമെന്ന നിലയിൽ പാർട്ടിയെ സജ്ജമാക്കുക. കൂടുതൽ ജനങ്ങളുടെ പിന്തുണയുള്ള പാർട്ടിയായി ചെങ്കൊടി പാർട്ടിയെ വളർത്തിയെടുക്കുക. ആ മഹാദൗത്യം നിറവേറ്റുന്നതിന് ഈ സമ്മേളനത്തിലൂടെ ഞങ്ങൾക്ക് കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ മഹാദൗത്യം ഏറ്റെടുക്കാനുള്ള ഈ മഹത്തായ പരിശ്രമത്തിന്, ഈ സമ്മേളനത്തിന്റെ വിജയത്തിന് ഇതുവരെ നല്ല നിലയിലുള്ള സഹകരണവും പിന്തുണയും പങ്കാളിത്തവുമാണ് വടകരയിലെ ജനാവലി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നൽകി വരുന്നത്. നമ്മുടെ സമ്മേളന നഗരിൽ ഉയർത്താനുള്ള പതാക, ഉയർത്താനുള്ള കൊടിമരം വാണിമേലിലെ ധീര രക്തസാക്ഷി സഖാവ് KP കുഞ്ഞിരാമൻ്റെ ചോര വീണ മണ്ണിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 1973 ഒക്ടോബർ 30 ഭൂപ്രമാണിമാരും അവരുടെ ഗുണ്ടകളും മൃഗീയമായി സഖാവ് കുഞ്ഞിരാമനെ കൊലപ്പെടുത്തിയത്. വാണിമേലിലെ ഭൂപ്രമാണിമാർ കർഷക തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിച്ചാൽ കൂലി കൊടുക്കാറുണ്ടായിരുന്നില്ല. മുതിർന്ന തൊഴിലാളികളെ പോലും പ്രമാണിമാരുടെ വീട്ടിലെ കുട്ടികൾ ചെക്കനെന്നും പെണ്ണെന്നും വിളിച്ചാണ് അവഹേളിച്ചിരുന്നത്. അടിമകളെ പോലെയാണ് തൊഴിലാളികൾക്ക് കഴിയേണ്ടി വന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിന് പോയാൽ ചക്ക തരില്ല, മാങ്ങ തരില്ല, ചേമ്പ് തരില്ല, പുരകെട്ടാൻ ഓല തരില്ല എന്നു പറഞ്ഞുള്ള ഭീഷണിയായിരുന്നു. ഭൂപ്രമാണിമാരെ കാണുമ്പോൾ ശരീരം വണങ്ങി വളച്ച് വിവിധ ആചാരങ്ങളോടെ ബഹുമാനിക്കണം. ഈ അനീതിയെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കർഷക തൊഴിലാളി പ്രസ്ഥാനം ചോദ്യം ചെയ്തത്. ആ പോരാട്ടത്തിലെ രക്തസാക്ഷിയാണ് സഖാവ് കുഞ്ഞിരാമൻ. കഴിഞ്ഞ ദിവസമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന കൂലി ലഭിക്കുന്ന നാടാണ് കേരളം എന്ന് പ്രഖ്യാപിച്ചത്.
ഈ കേരളത്തിലാണ് കൂലിക്ക് വേണ്ടി ചോദിച്ചതിന് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന് ജീവൻ കൊടുക്കേണ്ടി വന്നത്. ഇത്തരത്തിലുള്ള അസംഖ്യം രക്തസാക്ഷികളുടെ ചോരച്ചാലുകളിലൂടെയാണ് നമ്മുടെ ഈ പ്രസ്ഥാനം വളർന്നു വന്നിട്ടുള്ളത്. എല്ലായിടത്തും പോലെ ഈ വടകര താലൂക്കാകെ രക്തസാക്ഷികളുടെ നാടാണ്. അവരുടെ മഹത്തായ രക്തസാക്ഷിത്വം, അവരുടെ കുടുംബത്തിൻ്റെ ത്യാഗം, അതിലൂടെയാണ് നമ്മുടെ പാർട്ടി ഇന്നത്തെ നിലയിലേക്ക് വളർന്നിരിക്കുന്നത്. വാണിമേലിൽ രക്തസാക്ഷിയുടെ സഹോദരന്മാരാണ് ഈ കൊടിമരം ഏൽപ്പിച്ചത്. വഴി നീളെ നൂറുകണക്കിന് സഖാക്കൾ ഈ കൊടിമര ജാഥയെ അഭിവാദ്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ പതാക ജാഥ കൂടെ വന്നു ചേർന്നപ്പോൾ ആവേശകരമായ ഒരു രാഷ്ട്രീയ സമരാനുഭവമായി ഈ പതാക ഉയർത്തൽ പരിപാടി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും 29, 30, 31 തീയതികളിൽ ഇവിടെ നടക്കുന്ന സമ്മേളനം നമ്മുടെ ജില്ലയിലെ വടകരയിലെ നമ്മുടെ പാർട്ടിക്കും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനും കൂടുതൽ ഊർജവും കരുത്തും പകരും. ആ നിലയിൽ വരും ദിവസങ്ങളിലെ പ്രവർത്തനത്തിലും എല്ലാവരുടെയും തുടർച്ചയായ ഇടപെടലുണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇവിടെ നടന്ന ചടങ്ങിൽ പ്രധാനമായും സഖാവ് പി മോഹൻ മാസ്റ്റർ, അതോടൊപ്പം തന്നെ 2 ജാഥകളുടെയും ലീഡർമാരായ സഖാവ് എം മെഹബൂബ്, കെ ദിനേശൻ, അതോടൊപ്പം തന്നെ പതാക ഉയർത്തിയ സ്വാഗത സംഘം ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള സഖാവ് KP ബിന്ദു, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് KK ലതിക, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് A പ്രദീപ് കുമാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ലോക്കൽ സെക്രട്ടറിമാർ, പാർട്ടി അംഗങ്ങൾ, പാർട്ടി അനുഭാവി സഖാക്കൾ, സ്വാഗത സംഘത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സഖാക്കളെയും ഈ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും സംഘാടക സമിതിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കാം.